കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന ക്രൂരമായ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. എഫ്ഐആറിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊല്ലം ചെമ്മാൻമുക്കിൽ ഭർത്താവ് തീ കൊളുത്തിക്കൊന്ന അനിലയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുന്നതായിരിക്കും. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് അനിലയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അപകടം നടന്ന സ്ഥലത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന വകുപ്പും ഇന്ന് പരിശോധന നടത്തുന്നതായിരിക്കും. കൊലപാതകത്തിന് കാരണം സംശയരോഗമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഭാര്യ അനിലയെയും അവരുടെ സുഹൃത്തിനെയും കൊലപ്പെടുത്താനാണ് പദ്ധതിയിട്ടതെന്നാണ് പത്മരാജന്റെ മൊഴി. കണ്ണൻ നായരാണ് വിവരങ്ങളുമായി ചേരുന്നത്. കണ്ണൻ, നടപടികളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? സൂചിപ്പിക്കുന്നത് ഈ പ്രതിയായിട്ടുള്ള പത്മരാജന് ഭാര്യ അനിലയോട് സംശയമുണ്ടായിരുന്നു, അവരുടെ സ്വഭാവത്തിൽ സംശയമുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം നടത്തിയതെന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പത്മരാജന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ അയാൾ പറയുന്നത് ഈ അനിലയും അയാളുടെ സുഹൃത്ത് ഹനീഷുമായിട്ടുള്ള സൗഹൃദത്തിന് തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ആ സൗഹൃദം അവസാനിപ്പിക്കണമെന്ന് അനിലയോട് പലകുറി ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അവർ അതിന് തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം ഹനീഷ് ബേക്കറിയിൽ വെച്ച് തന്നെ മർദ്ദിക്കുകയുണ്ടായി. അനിലയുടെ മുന്നിലിട്ട് മർദ്ദിച്ചിട്ട് പോലും പിടിച്ചു മാറ്റാൻ പോലും അനില തയ്യാറായില്ല. തനിക്ക് മാനസികമായിട്ടുള്ള ഒരു വലിയ ആഘാതമുണ്ടാക്കി. ഈ കൊലപ്പെടുത്തിയതിൽ തനിക്ക് മാനസികമായി യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. ഒപ്പം 14 വയസ്സുള്ള മകളെ ഓർത്ത് മാത്രമാണ് തനിക്ക് വിഷമമുള്ളത്, അല്ലാതെ ഭാര്യയെ കൊലപ്പെടുത്തിയതിൽ തനിക്ക് മാനസികമായ ഒരു പ്രശ്നവുമില്ല എന്നും പ്രതി മൊഴി നൽകുന്നു. ഇന്നലെ രാത്രിയാണ് സമാനമായ രീതിയിലുള്ള മൊഴി നൽകിയിട്ടുള്ളത്. ആ സമയത്തൊക്കെ തന്നെ അതിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിയതാണ്. ആ സമയത്ത് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് യാതൊരു കൂസലും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ ഒരു ശരിയാണ് കണ്ണൻ. കഴിഞ്ഞ ദിവസം രാത്രിയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ കണ്ണൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത്. കൊലപാതകത്തിന് ശേഷം യാതൊരു കുറ്റബോധവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറയുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിയുടെ മാനസികാവസ്ഥ എന്ന് തന്നെയാണ്. കൊലപാതകം ചെയ്തതിൽ തനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് പ്രതിയായ പത്മരാജൻ ഇപ്പോഴും ഉള്ളത്. അതേസമയം എഫ്ഐആറിലെ വിവരങ്ങൾ കൂടിയാണ് കണ്ണൻ നായർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞു തന്നത്.